ഞാൻ പോവാ ഏടോ ആ വാ വാ. എന്താ കാട്ടിന്? ഞാൻ മോനെ പുമ്മോള അരക്കാണ്. നമ്മളെടുക്ക ആ അല്ല വല്യമ്മ പോയാ? വല്യമ്മ പോയിട്ടൊന്നുമില്ല, അതാണ് ഞാൻ പുമ്മോള അരക്കണത്. ഇപ്പൊ നമ്മളെടുക്കണില്ല, ഇറച്ചും മീനൊക്കെ വാങ്ങി കൊടുക്കണ്ട കുഞ്ഞാപ്പോ? ഇറച്ചി മീനൊക്കെ കൊടുത്ത് വല്യമാക്കല്ല പുമ്മോള്. അതെ, ഞങ്ങൾ എന്നും അയില മേടിച്ചിട്ട് 2-3 ദിവസമൊക്കെ തിന്നൂലേ. ആ അയില രാവിലെ മേടിച്ച് 50 റുപ്യക്ക്. എന്നോട് പറയാൻ 50 റുപ്യക്ക് അയില മേടിച്ച്. അയില് അലിമാക്ക് അങ്ങ് പൊരിക്കണം, ചാറക്കണം, പൊരിക്കണം. പൊരിച്ചും ചായ 4 അയില കിട്ടിയത്. ആ അത് ഒരു കൂട്ടം പൊരിച്ച്, ഒരു കൂട്ടം ചാറ് വെച്ച്, അതൊക്കെ വല്യമാക്കാന് കഴിഞ്ഞില്ല. ഇപ്പുമ്പോളാർക്കാണിത്? ഇപ്പുമ്പോളിക്കും ഉമ്മാക്കും തിന്നാനുള്ളതാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും നാമക്കണ്ടേ. വല്യമാക്കല്ലേ? വല്യമാക്കുള്ളത് വേറെണ്ടാ? വല്യമാക്കല്ല അയില കൊടുത്തത്. ഞാൻ മോനെ ഞങ്ങള് ചേച്ചി ബാക്കി കിട്ടുന്നിട്ടാ, 3 അയിലല്ലേ ഉള്ളൂ. അതിന് 2 പൊരിച്ചിട്ട് ഒക്കെ വെച്ചു കൊടുത്ത് അമ്മ അറിയും കുഞ്ഞാപ്പ അലിമ തിന്ന് ബാക്കി. അലിമാക്ക് അങ്ങനോട് കണ്ണു നിറച്ച് കാണണം ഒക്കെ മീനൊക്കെ. എന്നാ ഉമ്മ ആദ്യം കൊടുത്തു, 1-2 കൊടുത്തും പറയത്രേ. എന്താണിത് ഇവിടെ ചോറും മീനൊന്നും വെക്കലില്ലേ? എന്താണിത് ഒന്ന് ഇങ്ങോട്ട് കൊണ്ട് കളിച്ച് അവിടെ എടുത്തിട്ടുണ്ടാവും പറഞ്ഞിട്ട് ഉമ്മ എടുത്താക്കോത്രേ. ആ ഇമ്മ വല്ലാത്ത പെടല വിടും ചെയ്തത്. വെള്ളവും ഇല്ല, വറ്റവും ഇല്ല. എന്നോട് പറയാൻ ഇന്നലെ വെള്ളം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഉമ്മാനോട്, ഇനി നിങ്ങളൊരു കാര്യം ചെയ്തോളി, നിങ്ങൾ വെള്ളം കൊണ്ടുവരിക പറഞ്ഞു. എന്റെ ഉമ്മ വെള്ളത്തിന് വയ്ക്കാണ്. എനിക്കാണെങ്കിൽ കജ്ജും കാലും കടഞ്ഞിട്ട് വെള്ളം കൊടുത്തിട്ടേ. അത് മാത്രല്ലടാ എന്റെ വാവാ, വല്യമാരെ കൊണ്ട് വേറെ ഒരു പ്രശ്നമുണ്ട്. വല്യമാനങ്ങ ഒരിക്കല്ല, 2 ഒരിക്കല്, 3 ഒരിക്കല്, 4, 5, 6 ഒരിക്കൽ മൂത്രമൊഴിക്കാൻ നിൽക്കും. പ്രായമായിട്ടല്ല കുഞ്ഞാപ്പൂ, അത് നോക്കണ്ട. പ്രായമായിട്ട് തന്നെയാണ്, വല്ലാത്തൊരു പ്രായം തന്നെയാണ്. അപ്പൊ ഞങ്ങൾ നിൽക്കും. എന്നിട്ട് എന്റെ ഉമ്മ മോനെ ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഈ വല്യമ്മ ഇങ്ങനെ ഇരിക്കാണെങ്കിൽ ഇമ്മാക്കാണെങ്കിൽ ഇപ്പൊ വെള്ളം കൊടുത്ത് നബീസാത്താർക്കും പോണം പണിക്ക്. ഞമ്മക്കും പ്രായാവൂലേ? പ്രായമൊക്കെ ആവും. അപ്പോൾ ഞമ്മള് അങ്ങനെയൊക്കെ തന്നെ ആവൂലേ? ആ അങ്ങനൊക്കെ ആയിക്കോട്ടെ. കേക്ക് ഞാൻ പറഞ്ഞു. എന്നിട്ട് പറയേ. എന്നിട്ട് ഇമ്മാക്ക് ഇപ്പൊ നബീസാത്താർക്ക് പോണ്ടേ? നബീസാത്ത എന്നാലും ചെല്ലണ്ട പറഞ്ഞതാണ്. ഇപ്പൊ ഉമ്മ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു പിടിച്ചിട്ട് ഉമ്മ വേറെ ആരെ പണിക്കാരത്തിന് ആക്കി വെക്കല്ലേ. അപ്പൊ പണിക്കാരത്തി പിന്നെ അറിഞ്ഞ് ഉമ്മ അറിഞ്ഞ നബീസാത്ത അറിഞ്ഞ് വിവാഹത്ത് നീ ഇല്ലെങ്കിലും വേണ്ട, ഓളിവിടെ നിന്നോട്ടെ. ഇപ്പൊ പെണ്ണേരി എന്താ കാട്ടെടുത്ത് പോയത്രേ. ഉമ്മ നിക്കണവര് ആരും നിക്കൂല. പെണ്ണേരി ചെന്നത്രേ ഉമ്മാക്ക് 200-100 റുപ്യ കൊടുക്കുള്ളൂ. പെണ്ണേരി ചെന്നവർക്ക് 500 റുപ്യാണ് തരേണ്ടി പറഞ്ഞത്രേ. പിന്നെ പെണ്ണേരിക്ക് അത് മാത്രല്ല, പെണ്ണേരിക്ക് ചായയും ചോറും അത് ഇതൊക്കെ കൊടുക്കണം. പെണ്ണേരി ഒരു പണി പറഞ്ഞ വല്ല പണി എടുക്കൂല എന്നൊക്കെ പറഞ്ഞു. ഇമ്മ അനങ്ങ അവത്ത് പണിയെടുക്കും, പുറത്ത് പണിയെടുക്കും, ഒക്കെ ചെയ്യൂലേ. 200 റുപ്യല്ലേ കൊടുക്കണ്. എന്നിട്ട് പെണ്ണേരി എന്താ അത് പോയത്രേ, പറ്റൂല അത്രേ. മറ്റേ പെണ്ണേരി ആക്കി കൊടുത്ത പെണ്ണേരി കൊണ്ട് പെണ്ണേരി എന്തെടുത്തോണ്ടും ചെയ്തത്രേ. എന്നിട്ട് ഇപ്പൊ ഉമ്മാനോട് ഈ 10 ആഴ്ച പണിക്ക് പോയാണ്ടിട്ടാ. അപ്പൊ ഉമ്മ വെച്ചാ അപ്പൊ ആ മറ്റേ പണിയെടുത്തിയ ഓളൊരു വൃത്തിയും വെളുപ്പും ഇല്ലാന്റെ വിവാത്തോ. അതിനെ പോലത്തെ ഒരു പണിക്ക് ഒരാളെയും കിട്ടൂല. നാണങ്ങ നല്ല വൃത്തിയും വെളുപ്പുണ്ട് പറഞ്ഞത്രേ. ഇമ്മാക്ക് പറഞ്ഞേക്കാൻ സോപ്പിടുകയെന്ന്. പിന്നെ ഉമ്മ എന്താ വെച്ചാ വേറെ പണിയൊന്നും ഇല്ലല്ലോ, കഴിച്ച് നിക്കുകയാണ് ഉമ്മ. അപ്പൊ മോനെ എല്ലാം സഹിക്കാം, വല്യമാനെ സഹിക്കാൻ വയ്യാത്തത്. വല്യമ്മ എന്താ കാട്ടിന് ഒച്ച ഞാൻ വാതിൽ അടച്ചിക്കണ്. വല്യമ്മ മോനെ ഇമ്മ വിചാരിച്ചേ വല്യമ്മ ഞങ്ങള് പോയപ്പോ വെറുതെ വിളിച്ചതാണ് വല്യമ്മാനെ. ഇമ്മ വരൂന്നൊന്നും വിചാരിച്ചില്ല. ഇമ്മ അറിഞ്ഞ് ഇമ്മക്ക് അവിടെ നിന്നൂടെ 2 ദിവസം ഇവിടെ തന്നെ ഇങ്ങനെ നിക്കണ. ഞാൻ വിളിച്ചപ്പോ വല്യമ്മ പറഞ്ഞു ഞാൻ എടുക്കൂല്ല, ഞാൻ നിക്കണോടത്ത് നിന്നോണ്ട് ഞാൻ എടുക്കൂല്ല. ഞാൻ എടുക്കൂല്ല, ഞാൻ നിക്കണോടത്ത് നിന്നോണ്ട് ഇജ്ജ് പിന്നെ വിളിക്കാൻ വരണ്ടായിരുന്നു അന്നിട്ടാ. ഇപ്പൊ അത് കേട്ടിട്ട് ഇമ്മ വെറുതെ അമ്മായിയൊക്കെ അവിടെ ഉള്ളതല്ലേ. അപ്പൊ മാമനെ വിളിച്ചു വീട്ടിലാന്ന് വേണ്ട വെച്ചിട്ട് ഇമ്മ വിളിച്ചു നോക്കിയതാ. അപ്പൊ തന്നെ വല്യമ്മ പറഞ്ഞു എന്നാ ഞാൻ എന്റെ 2 ദിവസം നിക്കാണ്ട് പറഞ്ഞു. എന്റെ അമ്മ അമ്പ പേടിക്കും ചെയ്ത്. ഒന്നുമില്ല, ഞങ്ങൾക്കാണെങ്കിൽ മോനെ ഉള്ള ചാറിന്റെ വളം കൂട്ടിയിട്ട് ചോറൊക്കെ വെച്ച് തിന്നാ. വല്ല ഓമക്കായോ വല്ല മുരിങ്ങക്കായോ ഒക്കെ തിന്നിട്ട് തിന്നാ. വല്യമാക്ക് അങ്ങ് പൊരിച്ചത് വേണം, പപ്പടം വേണം, പേരി വേണം, ഒക്കെ വേണം.
പക്ഷെ നമുക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ അങ്ങനെ നിക്കാൻ പറ്റുള്ളൂ. 3-4 ദിവസം പറ്റൂലല്ലോ. പിന്നെ വല്യമ്മല്ലേ പറഞ്ഞേക്കാനും പറ്റൂലല്ലോ. അങ്ങനെ മോനെ എന്റെ അമ്മ ഇടങ്ങറായി. എല്ലാരും സഹിക്കുക. വള്ളം ഇല്ലാത്തതാണ് കുടുങ്ങിയത്. ഇനിയിപ്പൊ അമ്മ വള്ളത്തിന് പോയിട്ടുണ്ട്. അതിമാക്ക് അങ്ങ് ചൂടാൻ തന്നെ വേണം. അല്ലാതെ വള്ളത്തിന് പോയിട്ട് ഇനി ഇവിടുക്കാരെ പോയിക്കുന്നുണ്ട് പണി എന്താ ഇവിടെ ആശാക്കാർക്ക് പോയിന്ന് എന്നിട്ട് വള്ളത്തിന് പോയിക്കാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ വല്യമ്മാന്റെ പെൻഷൻ പോണൊക്കെ വാങ്ങി നിങ്ങള്? അത് കിട്ടുവെച്ചിട്ട് ഒരാഴ്ചയൊക്കെ നിർത്തൂലേ? അല്ല അത് നാള് കിട്ടിക്കണല്ലോ. ഇപ്പൊ ആയിട്ടില്ലേ? അതാണ് മക ഏറെ ദേശീയം. അല്ല അത് കിട്ടുവെച്ചിട്ട് കൊടുന്നാവൂലെ? അല്ല അമ്മ വെറുതെ പറഞ്ഞതാണ്. വെറുതെ പറഞ്ഞാ പെൻഷൻ എന്തായാലും കൊണ്ടുവരുമോ? അത് കൊണ്ടുവരില്ല. മുന്നേ അമ്മ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. വലിയ വരും ചെയ്ത് അമ്മ അമ്മ കൊടുക്കുകയും ചെയ്തു. എന്താ പറയാ ഞങ്ങൾ സഹിക്കന്നെ. ഞങ്ങൾ സഹിക്കന്നെയാ. എന്നാ പോണ്? പിന്നെ ഒരു കാര്യണ്ട്, വലിയ വെള്ള കാരണം ഇപ്പൊ നല്ല കൊസില് തിന്നാനും അങ്ങനെ ചിന്തിക്കണം. അങ്ങനെയാണ് മോനെ എന്നോട് പറയാ കഥകളൊക്കെ. ഇമ്മള്ളോടുന്ന് കൊടുന്നേരും എന്തായാലും ഒക്കെ അല്ലേ? ഇമ്മ എന്തിനും കൊണ്ടുവരടാ. വല്യമ്മള്ള കാരണോ? വല്യമ്മള്ള കാരണം എല്ലായിടത്തും കൊണ്ടുവരും. എങ്ങനെ കൊണ്ടുവരൊക്കെ ഉണ്ട്. ഞാൻ എന്റെ മൂപ്പിനേറ്റ് തിന്നല്. എന്നാ ആയിക്കോട്ടെ. ഞാൻ ഇപ്പൊ മോളായി. ഇതിപ്പോ എന്തിനൊക്കെയുള്ളതാണ് ചോദിച്ചിട്ടുള്ള? അനക്ക് പിരാന്തുണ്ട്. എനിക്ക് വല്യമാക്ക് മീൻ കൊടുത്തപ്പോ ഞങ്ങൾക്ക് കൂട്ടാൻ ചിലപ്പോ ഞങ്ങൾ ഉണ്ടാക്കിയല്ലേ ഞങ്ങൾക്ക് കൂട്ടാന്. അതിന് വേണ്ടിട്ടാണ്. ചാറിന്റെ വെള്ളം ഉണ്ടാവും. ഇതുകൂടി കൂട്ടിട്ടേ ഇമ്മാക്ക് കൊടുക്കും. ചാറിന്റെ വെള്ളം ഞാൻ അമ്മക്ക് ഇത് കൊടുക്ക. ഞാൻ തിന്നിട്ടാ ഞാൻ ഉണ്ടാക്കിയതല്ലേ. രസമൊക്കെ ഉണ്ടല്ലോ. നല്ല രസം. നിനക്ക് വേണ? എനിക്ക് വേണ്ട. ഞാൻ തിന്നെടുത്തോ. അതിന് വല്യമ്മ അവിടുന്ന് അങ്ങോട്ട് വരുന്നുണ്ടോ? ഒച്ചപ്പെടുണ്ട് അവിടുന്ന്. വലിയ മറ്റേ ആയിക്കോട്ടെ. എന്നാ പൈക്കോച്ചി പോവാ. ആണ്ട് കയറുണ്ടോ? ഞാൻ എവിടേക്കും ഇല്ല. ഞാൻ ചോറ് കഴിക്കട്ടെ ആദ്യം പോയിട്ട്.